കേരളത്തിലെ ഇന്നലെ വിവാദമായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ സന്ദർശനമാണ്. ഗുരുവായൂരെന്നോ ശബരിമലയെന്നോ കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. മോഷിക്കാൻ കയറാമെങ്കിൽ തൊഴാനും കയറാം, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ വിവാദം മുഖ്യമന്ത്രിയുടെ മകനും മരുമകളും ഗുരുവായൂർ സന്ദർശിച്ചപ്പോൾ അവിടെ സന്നിഹിതനായിരുന്ന പത്രപ്രവർത്തകൻ അവരുടെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാദമായത്. അവർ അമ്പലത്തിന്റെ പ്രമേസസിൽ നിൽക്കുന്ന ഫോട്ടോ അല്ല എടുത്തത്. അമ്പലത്തിൽ നിന്ന് വെളിയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് അടുത്ത് നിന്നെടുത്ത ഫോട്ടോ ആണ്. ആ സീനാണ് ഈ പ്രസ് ഫോട്ടോഗ്രാഫർ റെക്കോർഡ് ചെയ്തത്. അവിടെ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഗുണ്ടകൾ ചേർന്ന് അയാളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയിപ്പിച്ചു. നല്ലവണ്ണം ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ഒരു ജനം ടിവിയുടെ ലേഖകനായിരുന്നുകൊണ്ട് തീർച്ചയായും ഭീഷണിയുടെ ലെവൽ ഇത്തിരി കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ മകൾ തമിഴ്നാട്ടിൽ ഒരു അമ്പലം സന്ദർശിച്ചത് ഒരു പ്രശസ്ത മലയാളം യൂട്യൂബറായ ശീതൾ ഉണ്ണികൃഷ്ണൻ ചിത്രീകരിക്കുകയും അത് മീഡിയയിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുചരന്മാരോ അസ്വസ്ഥരാകേണ്ട ആവശ്യകത എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കളുടെ പുരാണത്തിലെ ഭാഗവതത്തിലെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. പ്രഹ്ലാദൻ ജന്മനാൽ ഈശ്വര വിരോധിയായിരുന്ന ഹിരണ്യാക്ഷന്റെ മകനായിട്ടാണ് ജനിച്ചത്. എങ്കിലും ആ ഈശ്വര വിശ്വാസം മൗലികമായി വച്ചു പുലർത്തുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടത്. ഇതിലെ ആരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കാര്യം ഒരിക്കൽ ഈശ്വര വിശ്വാസികളായിരുന്ന ആൾക്കാരുടെ അടുത്ത തലമുറ തന്നെയാണ് അവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദികളുമായി മാറിയത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. അവരുടെ അടുത്ത തലമുറ വീണ്ടും ഈശ്വര വിശ്വാസികളായി മാറിയെങ്കിൽ അതിലാരും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഇഷ്യൂ ഒന്നുമില്ല. സിദ്ദിഖ് കാപ്പൻ എന്ന പോപ്പുലർ ഫ്രണ്ട് ഏജന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയും അതിന്റെ നേതാക്കളും ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭങ്ങളുമായിട്ട് പോയി, കോടതികളിൽ പോയി, പത്രസ്വാതന്ത്ര്യം ഹരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുട്ട വിളക്ക് നിലവിളിക്കുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് കാപ്പനെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് തടഞ്ഞതാണ് വിഷയം, വേറൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഒരു ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ അയാളുടെ മൊബൈലിൽ നിന്നും ആ ഫോട്ടോ നിർബന്ധമായിട്ടും ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ്. കൈ പിടിച്ച് ഒടിച്ച് ചെയ്യിച്ചു എന്നുള്ളതാണ്. അവിടെ പോകുന്നതിന് പ്രവേശനം വിലക്കിയിട്ടുണ്ട്. അത് മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പം മോദി സർക്കാർ, യോഗി സർക്കാർ ചെയ്തതാണോ കൂടുതൽ അതോ പിണറായി സർക്കാർ ചെയ്തതാണോ കൂടുതൽ എന്ന് KUWJ-ക്കാർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവരെപ്പോഴും ഒരു പക്ഷത്ത് തന്നെയാണ്. ഏത് പക്ഷത്തായിരിക്കും? കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് പക്ഷത്ത്. അവരൊരിക്കലും ഈ രണ്ട് പക്ഷവും പോയിട്ട് മൂന്നാമതൊരു പക്ഷത്തെ പറ്റി അവർക്കാർക്കും അറിയത്തുമില്ല. അവരെ ആരെയും KUWJ-യുടെ അയലത്ത് അടുപ്പിക്കത്തുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് വെളിവാകുന്നത് കേരളത്തിലെ മുഖ്യധാരാ മീഡിയയിലെ ഏകദേശം എല്ലാ മുഖ്യധാരാ മീഡിയകളിലെയും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഇസ്ലാമിസ്റ്റ് മാർക്സിസ്റ്റ് ലൈൻ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ആർക്കും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നൂറ്റാണ്ടുകളായിട്ട്, ഇത് കാലാകാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇത് തന്നെയാണ് KUWJ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ ഒരു സംഘടന തുടരുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെ തുടരും. അത് ആര് ഭരണത്തിൽ വന്നാലും, അവർ ഏത് മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്താലും അവരുടെ പ്രോ ലെഫ്റ്റ്, പ്രോ ഇസ്ലാമിസ്റ്റ് അജണ്ട തന്നെയായിരിക്കും അവരെപ്പോഴും നടപ്പിലാക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് VD സതീശനോടും KC വേണുഗോപാലിനോടും ബാക്കി CPM-ന്റെ മന്ത്രിമാർ പോയിട്ട് ബാക്കി എല്ലാവരോടൊന്നും മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യം കാണിക്കും. അവർക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കും. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പുലിയെ കണ്ട നായകമാതിരി വാൽ എവിടെയെന്ന് അറിഞ്ഞൂടാത്ത രീതിയിൽ വാൽ ഒളിപ്പിച്ചിട്ട് ഒരു ഒറ്റ ചാട്ടമാണ് മദ്യം. എന്നിട്ട്
കാപ്പിയും കുടിച്ച് പലഹാരവും കഴിച്ചിട്ട് നേരെ പത്ര ഓഫീസിൽ വന്നിട്ട് അവരുടെ കർമ്മം നിർവഹിച്ചിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു അപവാദം എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് മാറി നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നവമാധ്യമ രംഗത്ത് മാത്രമേ മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും ഇസ്ലാമിസ്റ്റ് അജണ്ടയെയും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും ഹിരണ്യാക്ഷനും പ്രഹ്ലാദനും ജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ദയവായി നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഞങ്ങളെ സഹായിക്കുക. നന്ദി, നമസ്കാരം.